ഹലോ എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവരും എന്ത് പറയുന്നു? ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഇത് വിഷരഹിതമായിട്ടുള്ള ഒരൈറ്റവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കിക്കേ. നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന മാങ്ങയാണ്. ഇന്ന് ഉപ്പുമാങ്ങ കറി വെക്കാനാണ് പോകുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്നൊരു 2 മാങ്ങ എടുത്ത് കട്ട് ചെയ്ത് നമുക്ക് അടപ്പയിലോട്ട് വെക്കാം. അപ്പോൾ ഇത് ഉപ്പുമാങ്ങ മോര് കറി, അതാണ് നമ്മളിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മാങ്ങ കൂടെ എടുക്കാം. ഇതിലൊരെണ്ണം ഞാൻ നേരത്തെ എടുത്ത് വെച്ചു. 2 എണ്ണം മതിയാകും. ഇത് കട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം ഇതിനൊരു ചട്ടിക്കറി കിട്ടും നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഉപ്പ് നീരും കൂടെ ഇതിനകത്ത് ഇച്ചിരി വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചേക്കാം കേട്ടോ. മുഴുവൻ ഒഴിക്കണ്ട. ഈ മാങ്ങ ഇതിനകത്ത് ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതുകൊണ്ടാണ് പൂക്കാതൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിനകത്തേക്ക് തൊലിയൊന്നും കളയണമെന്നില്ല. ഇത് ഉപ്പ് പിടിച്ച് ഇതിൻ്റെ തൊലിയൊക്കെ നല്ല പരുവത്തിന് ഉപ്പൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതല്ലാതെ അങ്ങ് കട്ട് ചെയ്ത് ഇതിനകത്തെ ആ മാങ്ങാണ്ടി എടുത്തും കളഞ്ഞാൽ മതി. ബാക്കി നമുക്കങ്ങനെ തന്നെ വേവിച്ചുടച്ചെടുത്ത് കറി വെക്കാം. അപ്പോൾ ഇത് ഒന്ന് കട്ട് ചെയ്തിട്ട് കേട്ടോ. മാങ്ങയുടെ ഇതെടുത്തങ്ങ് കളയണം കേട്ടോ, മാങ്ങാണ്ടി. അല്ലെങ്കിൽ ഇത് കഴിക്കും, ഒരു കൈപ്രസം ഉണ്ടാവും കറിക്ക്. അതെടുത്ത് കളയുന്നു. ഇതിൻ്റെ ഈ ചവിട ചെത്തിക്കളയണം കേട്ടോ. കണ്ടോ? ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കണം. ഇതൊക്കെ ഇത് നമുക്ക് വേവിക്കാൻ വെക്കുക. വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് തേങ്ങ ഒക്കെ തിരുമ്മി അരച്ച് നല്ല ഉപ്പുമാങ്ങ കറിയാണ് ഇന്ന് നമ്മളിവിടെ റെഡിയാക്കുന്നത്. കണ്ടല്ലോ എല്ലാവരും. 2 ഉപ്പുമാങ്ങ എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് 1 കപ്പ് വെള്ളവും ഒഴിച്ച് നമ്മൾ വേകാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിനകത്ത് ഇപ്പം ഞാൻ ഉപ്പൊന്നും ഇടുന്നില്ല.
ഒരല്പം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുക. നമ്മുടെ ഉപ്പുമാങ്ങ ഇവിടെ തിളച്ച് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നന്നായിട്ട് വേകട്ടെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരച്ചൊഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു അരമുറി തേങ്ങ തിരുമിയത്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 3 ചെറിയ വെളുത്തുള്ളിയുടെ അല്ലി, പച്ചമുളക്, 2-3 ചെറിയ ഉള്ളി. ഇത്രയാണ് നമ്മൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഇത് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് അരച്ചു കൊണ്ടുവരാം. ഇപ്പോൾ നമ്മുടെ ഉപ്പുമാങ്ങ കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പൊക്കെ ഇവിടെ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്നല്ലേ? ചെറിയ ജീരകം, തേങ്ങ, ചെറിയ ഉള്ളി, പച്ചമുളക്. ഇത്രയാണ് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാങ്ങ വെള്ളമൊക്കെ വറ്റി ഏറെക്കുറെ വെന്തിട്ടുണ്ട്. വേണ്ട, ഇത് ഞാൻ ഉടച്ചെടുക്കുന്നില്ല, ഇങ്ങനെ കഷ്ണമായിട്ട് തന്നെ കിടക്കട്ടെ. ഇതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നല്ല ടൈറ്റായിട്ടായിരിക്കും. ഇനി ഇതിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ ചെറിയ കപ്പിന് 2 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ ഏറെക്കുറെ ഇതായിക്കോട്ടെ. അരച്ച് വെച്ച് ഇതൊന്ന് നമുക്ക് കുലുക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലിരിക്കുന്ന അരപ്പും കൂടെ ഇതിലേക്ക് വന്നോളും. നല്ലപോലെ ഇളക്കി എടുക്കാം. ഇത്ര മതിയില്ല ഗ്രേവി. പറ്റ ലൂസും അല്ല, എന്നാൽ ഭയങ്കര തിക്കും അല്ലാത്ത ആ ഒരു പരുവത്തിന് എടുക്കുക. പിന്നെ ഉപ്പുമാങ്ങ ആയതുകൊണ്ട് ഞാനിതിൽ ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചാറിന് ഉപ്പില്ല. അപ്പോൾ നമുക്ക് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. തിളപ്പിക്കണ്ട, നല്ലപോലെ കാവി കയറിയാൽ മാത്രം മതി. അപ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ സമയം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. വറുത്ത് പൊടിച്ച് വെച്ച ഉലുവയാണ്. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, കൂടി പോകരുത്, കഴിക്കും. അപ്പോൾ ഇതുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇനി അടുത്തായിട്ട് ഇതിനകത്ത് ഇടേണ്ടത് ഒരല്പം കായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും നമ്മുടെ ഉപ്പുമാങ്ങ കറിക്ക്. ഇതാണ് കായം എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. നല്ലപോലെ കാവി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതി, ഇതിനി തിളയ്ക്കണ്ട. ഫ്ലെയിം ഓഫ് ചെയ്യും. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് മൂടി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിൽ കടുക് വറുത്തൊഴിക്കാൻ ആവശ്യമായിട്ട് ഇതുണ്ട്, ചെറിയ ഉള്ളി ഒരു 2 എണ്ണം ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞത്, കറിവേപ്പില, 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കടുകും കൂടി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇതെല്ലാം മൂപ്പിച്ചെടുത്ത് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് കടുക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി അരിഞ്ഞ് വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക.
ഇതൊക്കെ ഏറെക്കുറെ ഒരുമാതിരി ഈ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറം ആകുമ്പോൾ നമ്മൾ ഈ വറ്റൽമുളക് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇനി നമ്മുടെ വറ്റൽമുളക് രണ്ടെണ്ണം ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് നമ്മൾ ഇപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു. ഇപ്പം നമ്മുടെ ഉപ്പുമാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇതും യാതൊരുവിധ വിഷാംശവും ഇല്ലാത്ത കറിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങയാണ്, അത് ഉപ്പിലിട്ട് വെച്ചതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉപ്പുമാങ്ങ കറി നല്ല സൂപ്പറാണ് ചോറ് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഇതുപോലെ ഞാൻ വരാം. അതുവരേക്കും എല്ലാവരും എന്ത് ചെയ്യുക, സുഖമായിട്ട് ക്ഷേമമായിട്ട് ഇരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ജോളി റെജി സൂപ്പർ വ്ളോഗ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അതിലൊരു ഓൾ ബട്ടൺ ഉണ്ടാവും, അതുകൂടെ ഒന്ന് അമർത്തിയേക്കണം കേട്ടോ. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള നാച്ചുറലായിട്ടുള്ള വീഡിയോസാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.